ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാദ് വാദ് ഒക്കെ പഠിച്ചു. ഇനി വളരെ സിമ്പിൾ ആണ്. സ്വാദിന്റെ റഹസ് ഏതാ? സ്വാദ്. ഇതാണ് സ്വാദിന്റെ റഹസ് അല്ലേ? ഈ ഭാഗം ഇത് സ്വാദിന്റെ ജിസ്മ് നമ്മൾ പഠിച്ചതാണ്. ഈ സ്വാദിന്റെ റഹസ് ഇടാം. റഹസ് ഒന്നാം ഭാഗത്ത്, രണ്ടാം ഭാഗത്ത്, മൂന്നാം ഭാഗത്ത്. ഈ മൂന്നാം ഭാഗം കുറച്ചിട്ട് കിട്ടും. എന്നിട്ട് ഈ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ഇവിടുന്ന് കുറച്ച് കയറ്റിയിട്ട് അലിഫ്. ഇതാണ് ആ സ്വാദിന്റെ റഹസായിട്ട് നമ്മൾ യൂസ് ചെയ്ത ആ ഭാഗത്തിന് മറ്റേത് അലിഫ്. ഈ അലിഫ് ഇടുമ്പോൾ സാധാരണ നമ്മൾ അലിഫ് പഠിച്ച സ്ഥലത്തുള്ള ഒരു ഹല്യ ഉണ്ടല്ലോ, ഒരു ആഭരണം എന്ന് നമ്മൾ ഒരു പണ്ടം കെട്ടാൻ അത് ഉണ്ടായിരിക്കും, നല്ലതായിരിക്കും. ഇതാണ് ഇത്രയാണ് ത്വാഇന്റെ വിഷയങ്ങൾ. സ്വാദിന്റെ റഹസ് ഇടുക. ആ റഹസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രണ്ടാം ഭാഗം കഴിഞ്ഞ് മൂന്നാം ഭാഗമാണിത്. അത് കുറച്ചിട്ട് നീട്ടിയിട്ട് എന്നിട്ട് അലിഫ് ഇവിടെ തന്നെ ഇടരുത്, കുറച്ച് കയറ്റിട്ട് വരമക്കൂടെ എഴുതുമ്പോൾ സാധാരണ വരൻ്റെ മുകളിലൂടെ തന്നെ എഴുതുക. ഒരു പദം എഴുതാണെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ നമ്മളൊക്കെ എഴുതി പഠിച്ച ഉണ്ടാവും, അത് ബി ആണ്. ഇത് ഇംഗ്ലീഷിലുള്ള ബി ആണ്, അല്ല കേട്ടോ. അതിപ്പോൾ ഈ അതേ ഭംഗി തന്നെ ഇങ്ങനെയൊക്കെ എഴുതിയാലും കാണുമ്പം അത് പാവിൻ്റെ മാതിരി ഉണ്ടെങ്കിലും അത് ശരി അല്ല. എഴുതേണ്ട രൂപം ഇങ്ങനെയാണ്. ഇതാദ്യം ഇടുക, എന്നിട്ട് അലിഫിടുക, എന്നിട്ട് പുള്ളിക്കണ്ടെങ്കിൽ പുള്ളിട്ട് ലായ്, പത്തേഹണ്ടി പത്തേട്ട് ലാ എന്നായി, നമ്മയാണെങ്കിൽ ഭൂ എന്നായി. ഓക്കെ, ഈ കൂട്ടിയതാണ് ബിയുൻ എന്ന് ചെയ്തോട്ടിക്കോളി. ഉദാഹരണം പറയാം, ബിയുന് യാതൊന്നും കൂട്ടി എഴുതുമ്പോൾ എഴുതട്ടോ, ഈ ഭാഗം. അപ്പം ലബി എന്ന് പറഞ്ഞാൽ എഴുതിയിട്ട് പിന്നെയാണ് അതിൻ്റെ അലിഫിടുക, പുള്ളിയിടുക, ഫത്തേഹ ബാ ഇടുക. ഓക്കെ, ഉൽമുന്ന് എഴുതാ, ലാമിട്ടു മീമിട്ടു, എന്നിട്ട് ഫുള്ളാണ് എഴുതിയിട്ട് പിന്നെയാണ് ഫത്തഹും അലിഫും ഫത്തഹും പുള്ളിയൊക്കെ ഇടുക. ഓക്കെ, നീട്ടാനാണെങ്കിൽ ആദ്യം ഇടുക, താല് നീട്ടാനുള്ള അലിഫ് ഇടുക, പിന്നെ ബാക്കി ഇടുക, എന്നിട്ടാണ് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. നീട്ടുമ്പം ത്വാവിൻ്റെ അലിഫ്, നീട്ടാൾ അലിഫ് ആദ്യം ഇടുക, ത്വാവിൻ്റെ അലിഫ് ത്വാവിൻ്റെ ഫത്വൊക്കെ ലാസ്റ്റാണ്. അപ്പം ഇതിട്ടിട്ട് പിന്നെ ഓക്കെ, ഇതാണ് ത്വാ. ഈ വരമക്കൂടി ഇത് കാണിച്ചിട്ട് ഒന്നും കൂടി. ഇങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ആ സ്വാദിന്റെ റഹസ് ഭാഗം ഉണ്ടല്ലോ, അതിന് ഇത് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. മറ്റത് അലിഫു ത്വാ, ഇത് അലിഫു ത്വാ. അതിന് മുകളിൽ അലിഫിന് അലിഫു ത്വാ എന്ന് കേട്ടോ. പിന്നെ അലിഫിൻ്റെ മുകളിൽ ഹെല്യ ഇടണം കേട്ടോ, അത് ഭംഗിക്കാണത്. പാട്ടാൽ അലിഫ് ഇടുമ്പോൾ ഒരു ഹെല്യ ഉണ്ടാവും, ചൊറുക്കിനാണ്, അലിഫിൻ്റെ ചൊറുക്കിനാണ് മട്ടിന് അത് കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്.